ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ ഈ കാണുന്ന ഒരു നാടൻ കോഴിനെ കണ്ടില്ല. നമ്മൾ നല്ല അടിപൊളി ഒരു പൂങ്കോഴിൻ്റെ നല്ല കറിയും ഒരു തേങ്ങാച്ചോറും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോഴിയൊക്കെ അറുത്ത് റെഡിയാക്കിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നല്ല വെള്ളത്തിൽ 2-3 പ്രാവശ്യം നല്ല അടിപൊളിയായിട്ട് വൃത്തിയായി കഴുകണ രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 3-4 പ്രാവശ്യമായിട്ട് കഴുകി. അപ്പോൾ അധികം ഇറച്ചിയില്ല കേട്ടോ, 1 കിലോൻ്റെ അടുത്തൊക്കെ ഇറച്ചിയുള്ളൂ. കോഴിനെ കാണാൻ വലിയ കോഴിയാണ്. അപ്പോൾ അത് മസാലയൊക്കെ ഞാൻ കോഴി റെഡിയാക്കിയപ്പോൾ തന്നെ അമ്മ മസാലയൊക്കെ സെറ്റാക്കിയിരുന്നു. ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പിലയൊക്കെ ഇട്ടിട്ട് മസാല സെറ്റാക്കിയിരുന്നു. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച നാടൻ കോഴി ഇട്ടിട്ടുണ്ട്. നാടൻ കോഴി ഇട്ടിട്ട് ഗ്യാസുമ്മ വയ്ക്കാതെ നല്ല വിറകടുപ്പിൽ തന്നെയാണ് വെച്ചത്. ഒരു മണിക്കൂറോളം സാവധാനം വിറകിൻ്റെ തീയിൽ വെന്ത് വന്ന് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കറി ആയിട്ടുണ്ട്. അപ്പോഴേക്കും അവിടെ അമ്മ തന്നെ തേങ്ങാച്ചോറ് റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ. നല്ല ഉലുവയൊക്കെ ഇട്ട് നല്ല കുറുവരിയിൽ നല്ല അടിപൊളി സെറ്റ് തേങ്ങാച്ചോറ്. അതിലേക്കൊരു പപ്പടവും ഉണ്ടെങ്കിണ്ടല്ലോ നല്ല അടിപൊളി റെഡിയാണ്. അപ്പോൾ കറി ഒരു 10-20 മിനിറ്റായി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കുറച്ച് ചിക്കൻ ഒന്ന് പൊരിക്കാൻ വേണ്ടി വെച്ചിരുന്നു. അതൊന്ന് മസാല കൂട്ടുന്നതാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ കറി തിളച്ചുണ്ട് കേട്ടോ. ഏകദേശം ഒരു പകുതി അരമണിക്കൂറായിട്ടുള്ളൂ. ഒന്നും കൂടി സെറ്റാവും. ഫുള്ള് വേവോളം 1 മണിക്കൂറോളം വേവിച്ചു, നാടൻ കോഴി ആയതുകൊണ്ട്. അങ്ങനെ കുറച്ച് തേങ്ങാച്ചോറും കൂട്ടിയിട്ടുണ്ടല്ലോ, ഒരു പിടിയാണ് പിടിച്ചാണ്ടല്ലോ. അടിപൊളി സെറ്റാണ് കേട്ടോ.